സുഗമോ ടി.വി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ ഋഷിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവസാനം അവനെ ഒരു കത്തി കൊണ്ട് വയറ്റിലേക്ക് കുത്തിയിറക്കുകയൊക്കെ ചെയ്യണം. എന്തായാലും അതൊക്കെ തന്നെ പ്രഭാവതിയുടെ ദുർസ്വപ്നമായിരുന്നു. അവരാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും നന്ദ എന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ആ ഒരു ബഹളം കേട്ട് സിദ്ധാർത്ഥനും എഴുന്നേൽക്കുന്നുണ്ട്. എന്താ പ്രഭാവതി, എന്ത് പറ്റി? അതെ, നമ്മുടെ മോനെ ആ ഋഷിയുടെ ഫ്രണ്ട്സ്, ബാക്കി എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അവനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. വിളിക്ക് സിദ്ധു, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. ഋഷിയുടെ ഫ്രണ്ട്സിനെ അറസ്റ്റ് ചെയ്യാൻ പറ. അവരാണ് നന്ദനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാണ്. മിണ്ടാതെ കിടക്കാൻ നോക്ക്. അല്ല സിദ്ധു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നന്ദൻ സിദ്ധുവിൻ്റെ മോൻ തന്നെയാണോ? അല്ല, ഇങ്ങനെയൊക്കെ എന്താ പെരുമാറുന്നത്? ഇതേ നോക്ക്, ഒരു ചൂടും സിദ്ധുവിൽ നിന്നും ഞാൻ കാണുന്നില്ല. മര്യാദയ്ക്കൊന്ന് വിളിക്ക്. പോലീസിനെ വിളിക്കുന്നൊക്കെ പറയുമ്പോൾ മിണ്ടിപ്പോവരുത്. ഹരിയേട്ടൻ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം എന്തെങ്കിലും കാണാതിരിക്കില്ല. അതുകൊണ്ട് പ്രഭാവതി, നീ ഒന്ന് സമാധാനപ്പെടുന്നു പറഞ്ഞുകൊണ്ട് പ്രഭയെ വിലവയ്ക്കാതെ അങ്ങോട്ട് മാറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം പ്രഭാവതിയാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. പിന്നീട് മുരളിയാവട്ടെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഗൗരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മുരളിയേട്ടാ, ഇന്നെന്താ ദേവിക വിളിച്ചില്ലേ? ആ, വേണമെങ്കിൽ വിളിക്കട്ടെ. പോണ്ടെന്നേ ഞാൻ തീരുമാനിക്കുന്നുണ്ട്. എന്ത് പറ്റി? ക്യാഷിന് പണി വേണ്ടേ? ജോലി പോകണ്ടേ? ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, എനിക്കിപ്പോൾ ലോൺ കിട്ടും. ലോൺ എടുത്തിട്ട് ഞാനൊരു ഓട്ടോ വാങ്ങും. എന്നിട്ട് നമുക്ക് ജീവിക്കാമല്ലോ സുഖമായിട്ട്. MLA ഡ്രൈവറായാൽ മാത്രമല്ലല്ലോ ജീവിതമുള്ളൂ. എന്താ പറ്റിയേ? ദേവികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവളെ എന്തൊക്കെയോ ഇതിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ആകെ നന്ദനെ കാണാതായിട്ടേ പ്രഭാവതി മേഡത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ, സങ്കടമുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കിലാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ പോയാലേ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അല്ലെങ്കിൽ വായെ കൊള്ളാത്ത ഓരോ ഉത്തരവും തരും. സത്യം പറഞ്ഞ നന്ദനെ കാണാതായിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വിഷമിക്കുന്നു. ഈ സമയം ഭാർഗവി അങ്ങോട്ട് വരികയാണ്. മുരളി ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിലും MLA ആയതിനു ശേഷം അവളുടെ സ്വഭാവത്തിലെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട്. പ്രഭക്കുജിനെ അടക്കം അവൾ വളഞ്ഞു മാറ്റിയിട്ടാണല്ലോ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അമ്മ ദേവിക്ക് മനഃപൂർവ്വം കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. ദേവിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇനി നമ്മളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അറിയില്ല. എടാ, അപ്പം നീ എന്താ മറ്റേ തള്ളയെ കുറ്റം പറയുകയാണോ? അമ്മ ഒന്നും മിണ്ടാതെ പോയേ. എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ മുരളി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭാർഗവി അവിടെ നിന്ന് പോയതിനു ശേഷം മുരളി അവിടെ വേഗം തന്നെ ഗിരീഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഗിരിയേട്ടാ, സത്യം പറയേ, എല്ലാവരെയും കൂടി നാടകം കളിക്കുകയാണ്. നിങ്ങൾക്കറിയാം നന്ദൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ആരും ഇങ്ങനെ ഒരു കൂസലില്ലാതെ നടക്കില്ല. പറ മുരളിയേട്ടാ, ദേവിക എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മുരളി, നീ ദേവികയുടെ ഡ്രൈവറല്ലേ? മാത്രമല്ല ദേവിക്ക് എന്നേക്കാൾ ആത്മബന്ധവും ഫ്രണ്ട്ഷിപ്പും എല്ലാം തന്നെ നിന്നിലാണ്. അതുകൊണ്ട് നീ ചോദിച്ചാൽ പറയാതിരിക്കുമോ? ഓ, ഇനിയിപ്പോൾ അത് പറഞ്ഞങ്ങോട്ട് ഒഴിഞ്ഞു മാറാമല്ലോ. നോക്ക്, ഗിരീഷേട്ടൻ കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണിത്. മര്യാദയ്ക്ക് സത്യങ്ങൾ പറയും ഗിരീഷേട്ടാ, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ചേർന്നതിന് ശേഷം ഈ പാവം ഡ്രൈവറെ അവന് വേണ്ടാതെയായി. ഇപ്പോൾ ദേവികയ്ക്കും വേണ്ട, ആർക്കും വേണ്ട എന്നെ. ഞാൻ ശരിക്കും ആരാ നന്ദൻ്റെ? എന്നോട് അവനെക്കുറിച്ചൊന്നും പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ മുരളി, ഭാർഗവി ആൻറ്റിക്ക് തീരെ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ രജനിയും. അതുകൊണ്ടാണ് ഓരോന്ന് മറച്ചു വയ്ക്കുന്നത്. ഓ, അപ്പോൾ ഇതൊരു നാടകമാണെന്ന് സമ്മതിച്ചല്ലോ. നന്ദൻ എവിടെയെന്ന് ഗിരീഷേട്ടന് നന്നായിട്ട് അറിയാം. എൻ്റെ പൊന്നു മുരളി, അറിയില്ലടാ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറയില്ലേ. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. അങ്ങനെ അവിടേക്ക് രജനി വരികയാണ്. ഈ സമയം രജനി പറയുന്നുണ്ട്, ഗിരി, എനിക്കിനി സഹിക്കാൻ വയ്യ. അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പേടി തോന്നുന്നു. ചന്ദ്രവത്തെ വീട്ടിലേക്ക് നിന്ന് കൊണ്ടാക്ക്, അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ രജനി, നീ ഇവിടെ നിൽക്ക്, നീ പോണ്ട. അല്ലടാ, അവൾ പോയിട്ട് വരട്ടെ. അത് പ്രഭയ്ക്കൊരു ആശ്വാസമാവുമല്ലോ. അമ്മേ, ഇപ്പം അങ്ങോട്ട് പോയാൽ ഇവളും ഇവളുടെ അമ്മയും ചേർന്ന് ഓരോ വഴക്കുകളായിട്ട് കുത്തിപ്പൊക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എങ്കിൽ ശരി, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ റെഡിയാവാനായിട്ട് പറയുകയാണ്. പിന്നീട് ദേവിയാണെങ്കിൽ ഒരു വിഷമവുമില്ലാതെ വീട്ടിലെ ഓരോ ജോലികൾ ചെയ്യുന്നത് കാണുമ്പോൾ രാധിക അത്ഭുതത്തോട് കൂടിയിട്ട് അവളെ നോക്കി നിൽക്കുകയാണ്. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? സ്ഥലം MLA കൊണ്ടാണ് വീട്ടു ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ല മോളെ, സത്യത്തിൽ നീ അഭിനയിക്കണോ അതോ ഞങ്ങളെ ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് എല്ലാം ഉള്ളിലൊതുക്കി നീ സ്വയം സഹിക്കുകയാണോ? അല്ല, നിനക്ക് നന്ദനെ കാണാത്തതിൽ യാതൊരു വിഷമമല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, സത്യത്തിൽ ഒരു നല്ല ഭാര്യയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ കാണാതായതിനു ശേഷം കിടക്കയിൽ നിന്നും എഴുന്നേൽക്ക് പോലുമില്ല. അത്രയ്ക്കും കരഞ്ഞ് തളർന്നിട്ടുണ്ടാകും. കണ്ടെത്തി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മാത്രമേ അവൾക്ക് സമാധാനം കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നീ വളരെ സന്തോഷവതിയാണ്. ഒരു തുള്ളി കണ്ണീര് പോലും നീ വിടുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ട്
നന്ദനോട് വെറുപ്പ് തോന്നി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദീപികയാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ചേച്ചി അലമുറയിട്ട് കരയണോ? ഈ ജന്മവും അടുത്ത ജന്മവും അതിൻ്റെ 3-4 ജന്മങ്ങളും കരയാനുള്ള കരച്ചിലൊക്കെ ചേച്ചി ഇതിനോടകം കരഞ്ഞു കഴിഞ്ഞു. ഇനിയും അമ്മയ്ക്ക് ചേച്ചി കരയണമെന്നാണോ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ ഇപ്പോൾ അവിടേക്ക് ആരെ ക്ഷണിച്ച്? ഇന്ന് പോയിക്കേ, നിൻ്റെ ഉപദേശം ഞാൻ ഇവിടെ ചോദിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും. പിന്നെ നന്ദേട്ടൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന അത്ര വലിയ പുണ്യപ്രവൃത്തിയൊന്നുമല്ലല്ലോ. സ്വന്തം ഭാര്യയെ വിട്ടിട്ട് ഏതൊരു പെണ്ണിനോടൊപ്പം ലോഡ്ജെടുത്ത് താമസിച്ചിരിക്കുന്നു. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ? അതുകൊണ്ട് ചേച്ചി കരയുന്നില്ല തൽക്കാലം. ആ എന്തായാലും മോള് ഞാൻ ഈ പറഞ്ഞതൊന്നും വെച്ച് വിഷമിക്കാനൊന്നും നിൽക്കേണ്ട. അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും രാധിക പോകുന്നു. ദേവിക്കാണെങ്കിൽ എല്ലാം കൂടി ആലോചിച്ച് ആകെ എന്തോ പോലെ ആവുകയാണ്. പിന്നീട് ഐസക് ആവട്ടെ കെവിനെയും ഇസബല്ലയെയും വറുത്ത് കോരി എടുക്കുന്നുണ്ട്. എല്ലാം കൈക്കുള്ളിലാണെന്നും ഇനി ഒരിക്കലും തെറ്റുപറ്റില്ല എന്നും ഒരു തെളിവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പഴയ വീഴ്ചയിൽ നിന്നും പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? നിങ്ങളുടെ പോസ്റ്റിൽ പന്തില്ല, അത് മറ്റാരുടെ കയ്യിലാണ്. അതാരാണെന്ന് കണ്ടെത്ത്. പിന്നെ നിങ്ങൾ 2 കൂട്ടരുമല്ല ഋഷിയുമല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഹരിവക്കിൽ ആസൂത്രണം ചെയ്ത പ്ലാൻ തന്നെ ആയിരിക്കും ഇത്. അതുകൊണ്ടായിരിക്കണം അവർ നമ്മളെ ഇങ്ങനെയിട്ട് വട്ടം കറക്കുന്നത്. ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണ്, നമ്മൾ ചെന്ന് കൊളുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ചൂണ്ട അവർ തന്നെ തിരിച്ചു കൊത്തും പാപ്പ. എങ്ങനെ? അത് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തോളാം. എങ്ങനെ മനസ്സിലാക്കുന്ന? ദേ ഇസബല്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി നമ്മൾ കുടുങ്ങാൻ പോവുക. എനിക്ക് തോന്നുന്നതേ ആ നന്ദൻ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. എല്ലാവരും ചേർന്ന് നടത്തുന്ന നാടകമാണിത്. പ്രഭാവതി അടക്കം എല്ലാവർക്കും ആ സത്യം അറിയാം. ഒന്നുകൂടി ആ വീട് അടിച്ചു പെറുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നന്ദനെ കിട്ടും. പക്ഷേ എനിക്കിനി സെർച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അതിനുള്ള അനുമതി എനിക്കില്ല. എങ്കിലേ പാപ്പം കേട്ടോ, അവിടേക്ക് ഒരാൾക്ക് കയറി ചെല്ലാം. ആർക്കാണെന്നല്ലേ? അരുന്ധതി മേഡത്തിന്. അവരങ്ങോട്ട് പോകും. എന്നിട്ടേ അവിടെ ചെന്ന് നന്ദൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ? അതൊക്കെ ഉണ്ട് പാപ്പ. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പ്രഭാവതി എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് അകത്തേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ അരുന്ധതി പ്രഭയെ കാണുമ്പോൾ പറയുന്നുണ്ട്, എവിടെടി നന്ദൻ? എൻ്റെ മോനെ കൊന്നിട്ട് അവനെ നിങ്ങളെല്ലാവരും ചേർന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ എൻ്റെ മോനെ കാണാത്തതിൻ്റെ സങ്കടത്തിൽ ആകെ വിഷമിച്ച് കഴിയുക ഞാൻ. അതിനിടയിൽ അരുന്ധതി ഇങ്ങനെ ഭയ തോന്നെല്ലാം വിളിച്ച് പറയണ്ട. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? കേസ് കൊടുക്കോ? ആ കേസ് കൊടുക്കും. എങ്കിലേ നീ അനുഭവിക്കുമെന്നൊക്കെ അരുന്ധതി തിരിച്ചു പറയുമ്പോൾ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. കൊലയാളിയായിട്ടുള്ള മകനെ നീ എന്തിനടി മാറ്റി വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി വീണ്ടും ബഹളം വയ്ക്കുകയാണ്. എൻ്റെ മോൻ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് സമ്മതിച്ച് കീഴടങ്ങാൻ നോക്കിയതാണ്. പക്ഷേ നിൻ്റെ ആളുകൾ അവരെ തട്ടിക്കൊണ്ടുപോയി. നീയാണ് അരുന്ധതി ഇതിന് പിന്നിലെന്നൊക്കെ പറയുമ്പോൾ നീ വലിയ പുണ്യവതിയൊന്നും ആവണ്ട. എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണെ നീ കൊന്നു കളഞ്ഞില്ലേ? പിന്നീട് അവനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തില്ലേ? ഇപ്പം അവനെ കൊന്നിരിക്കുന്നു. എന്നിട്ട് സ്വന്തം മോനെ മാറ്റി വെച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ച് രണ്ടാളും പരസ്പരം വഴക്കിടുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.